ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. ഉമ്മ അപ്പൊ നമ്മളെ പരിപാടി എന്താണ് എന്ന് പറഞ്ഞോണ്ടേ? മീൻ നന്നാക്കണം, കൂട്ടാൻ വെക്കണം. മീൻ നന്നാക്കണം, കൂട്ടാൻ വെക്കണം. ടൈമും കൂടി കാട്ടിപ്പോ ടൈമും കൂടി പറഞ്ഞു. 9 കഴിഞ്ഞോ? 9 മണി ആയിട്ടുള്ളൂ. ഫോൺ എന്റെ അടുത്ത് കാണാപ്പാടെ 9 മണി പറഞ്ഞു. ഞാൻ കാട്ടി തരാം. കൂട്ടാൻ വെക്കാനൊന്നുമില്ല. അപ്പൊ നമ്മള് ഇവിടെ ഒരു മിനിറ്റ് മൊബൈല് കാട്ടി തരാം. ഓ 9:43. എടാ 10 മണി തന്നെ. 9:45. 9:45. ഇത് പിന്നെന്താണ് കണ്ണാണ് ഇനി 9:45 അറിയോ? 10 മണിക്കാണ് ഗൈസ് ഞങ്ങൾ മീൻ നന്നാക്കാൻ പോണത്. രാത്രി മീനേതാ മത്തിയോ? ഇതന്നെ മത്തി മീന്. ഇത് എവിടെ നന്നാക്കാൻ മുറ്റോ? ഗൈസ് നമ്മൾ മീൻ നന്നാക്കാൻ പോവാണ്. അതൊക്കെ ആകെ മീൻ മണക്കുഞ്ഞി കണ്ടോ? പണ്ടുണ്ടായില്ലേ ഗൈസ്, നമ്മള് പോയ മീൻ നന്നാക്കിയില്ലേ നാട്ടപ്പാതിരൊക്കെ അല്ലേ മീൻ പിടിച്ചാൻ പോയിട്ട്? വാരി തേച്ച് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ കുളിപ്പിച്ചാണ്ടല്ലേ ഈ വെള്ളം തലി കൂടെ വെച്ചോട്ടോ കുട്ടിയെ. ഇപ്പൊ ആരാ മീനില് കുളിച്ച തല വേണ്ടട്ടോ. തല കാണാം. മത്തിക്ക് തലയാണോ? അപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾക്ക് രാവിലെ കോഴിക്കുഞ്ഞിക്കല്ല പൂച്ച കൊടുക്കാനാണ് തല. അതിന് വേണ്ടിട്ടാണ് തല വേണ്ടെന്ന് പറയുന്നത്. അതാണത്, അല്ലാതെ പറഞ്ഞല്ല. തല വേണ്ട, നീ ഏതാ പൂച്ച കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അളവാടമാണത്. ആയിക്കോട്ടെ, തിന്നണ്ടേ? അയച്ചാളെ തിന്നണ്ട, ഏറ്റവും ചോറ് തിന്നാ മതി. പൂച്ചാള് വെയിറ്റിംഗ് ആണ്, ചുറ്റിനുണ്ട്. ഇത് നുള്ളിപ്പൊത്തി ഇത് നന്നാക്കാൻ കൊറേ നേരം ഔട്ടാ പോണ്ട. നുള്ളി പെട്ടയച്ചിട്ട് മത്തിന്റെ തലയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കില് തല എടുക്കിട്ടോ, തല വേണം. തലല്ല എന്ത് ഇത് സത്യം പറയട്ടെ, കഴിച്ചിട്ട് പള്ള വെത്താണ്ട്. ഇതിപ്പോ കൂട്ടാൻ വെച്ച തിന്നന്റെ നേരായി. ഇത്രയും നേരം തന്നെ ഈ മീന് കട നട്ടപ്പാതിരക്ക് മീൻ കട തുടക്കണ്ടേ? ഈ പാവം തന്നെ. അതെ, എന്റെ കുട്ടീനെ ചവിട്ടല്ലോ. കൂട്ടാണെന്നുണ്ടെങ്കിൽ കൊണ്ടോട്ടെ. ആ എന്തൊക്കെ അതിനവിടെ ഇറച്ചി ഇതാക്കിട്ട് അതുണ്ടായിക്കോട്ടെ. മത്തിന്റെ അതൊക്കെ ഉണ്ടായിട്ട് അതുണ്ടായിക്കോട്ടെ. അതിനെന്താ ചെറുക്ക മത്തിന്റെ തല നന്നാക്കാറ ഈ ചേള ഇങ്ങനെ എടുക്കാന്നാണ് അതിന്റെ അർത്ഥം. ഇമ്മ അയില നന്നാക്കണ അതിലേക്കണ മത്തി നന്നാക്കി പണ്ടത്തെ മെയിനാണ് ക്യാമറ ഓൺ ആക്കിയപ്പോ മീൻ വെട്ടാൻ വേണ്ടി ഒന്ന് ഒത്തിരിക്കണം. ഒരു തേങ്ങ അറിയില്ല. ഞാനിത് പറഞ്ഞപ്പോ ഇതൊക്കെ പാടെ നന്നാക്കുന്ന അങ്ങനെ അങ്ങനെ എന്റെ പകുതി പള്ളൊന്നുമില്ലല്ലോ ഇമേ. ഒറ്റ നന്നാക്കി ഞാൻ 4 നന്നാക്കി കഴിഞ്ഞു. അതൊക്കെ ഞാൻ ഇതേപോലെ തന്നെ കളയണില്ലേ? ഞാൻ അതിന്റെ ചെകിളി എല്ലാം കളയണ്ടേ എന്നെ കുട്ടിയെ. ഇതൊക്കെ ഇത് പിന്നെ ഇത് കളഞ്ഞോ? ചിറക് കളഞ്ഞോ? മേളത്തെ ചിറക് കളഞ്ഞിക്കണിഞ്ഞ മീൻ നന്നാക്കാനോട്ടോ സുഖം. മീൻ കല്ലിലിട്ട് ഇറക്കലല്ലേ. നോക്കാം, നമ്മള് നാളെ മീൻ പിടിച്ചാൻ പോയില്ലേ വലയിട്ടൊക്കെ. എന്നാ അതിൽ നമുക്ക് പോണാട്ടെ. ഞാൻ മഴക്കാലാവട്ടെ ഗൈസ്, നമ്മള് മീൻ പിടിക്കാൻ പോണേക്കാണ്. എന്നാളെ ആ കുണ്ടു കൂടെ ഒക്കെ ആ കയത്തു കൂടെ ഒക്കെ എനിക്കിന്റെ കാലുമ്മ എന്തൊക്കെയാ തടീന അത് തോന്നി. പാമ്പൊക്കെയാണോ മണിഞ്ഞില് ആ കാലുമ്മ കൂടെ. അവിടെ നിന്ന് പറയല്ലേ, ഇങ്ങോട്ട് വരി. ഇവിടെ നിന്ന് പറയും. അവിടെ നിന്ന് പറയുന്നു 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിണ്ട് ഇങ്ങനെ പറയും. അന്നൊന്നും നമ്മള് വീഡിയോ എടുത്തില്ലേ ആ മീൻ കോരിയതൊന്നും. അനു അന്നുണ്ടായിനി ഞങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടായിനി, പക്ഷെ വീഡിയോ എടുത്തില്ല. അങ്ങനെ മീനാ കിട്ടിയല്ലേ. നമ്മള് രാത്രി മീൻ പിടിച്ചാൻ പോയിനൊക്കെ അതൊക്കെ കിട്ടിയുണ്ട് ഗൈസ്. അതൊക്കെ ഇതിലുണ്ട്. അതൊക്കെ ഇതില് താഴെ ഉണ്ടാവും. ഞങ്ങള് മീൻ പിടിച്ചാൻ പോയിന് നട്ടപ്പാതിരക്ക് ആരിലൊക്കെ വലിച്ചു കയറ്റീന്. ആരില് സിലോപ്പിനൊക്കെ ഇല്ലടാ. അതൊക്കെ ഒരു സെറ്റ് വൈബാണ്. ഒരു കാര്യം കരുതരുമ്പോ ഒരു സ്റ്റൂൾ കൊണ്ടുവന്നേരും നിങ്ങള്. കസാല സ്റ്റൂൾ ഉണ്ടാക്കിട്ട് കാല് വെത്താണ്ട് ഇങ്ങനെ. ഇവിടെ വെയിറ്റിംഗ് ആണ്.
പൊയമീൻ എത്രക്ക് പാടില്ല. പൊയമീൻ നന്നാക്കാൻ സിമ്പിൾ ആണ്. പൊയമീൻ എന്താ പറയുക, ഞങ്ങൾ കാട്ടുക തിരുമ്പണ കല്ലില്ലേ, ആ കല്ലുമ്മേ വെണ്ണൂറ് ഇടും. വെണ്ണൂറ് ഇട്ടിട്ട് വരത്തും. എന്താ മത്തിയൊന്നും അങ്ങനെ എഴുതാൻ പറ്റില്ലമ്മ. പിന്നെ എങ്ങനെ അപ്പാമ നന്നാക്കി പൊരിച്ചൊക്കെ ഞാൻ വലിപ്പുണ്ടാവും അറിയാം. വലിയ പഴുത്ത വരപ്പില്ല മീന്, കരിമീനൊക്കെ, കരിമീന്, അങ്ങനത്തെ മീനൊക്കെ കൊണ്ടുവരും. പള്ള എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടിട്ട് അതിന് ആദ്യം നേക്കിട്ടുണ്ട്. ചെളതാക്കുമ്പോ കിട്ടും കുഞ്ഞെ പള്ള. ആദ്യം ചെളയാണാക്കണ്ടി. ചെള എങ്ങനെയാണ് നമ്മൾ എവിടെയും മുറിച്ചൊന്നും പാടില്ല. ഇങ്ങനെ 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 അങ്ങനെ കളയാൻ മുറിച്ചും ചെയ്യാം. അപ്പം കിട്ടും കേട്ടോ. ഓക്കെ, ഇങ്ങനെ തല എടുത്ത് കളയല്ലേ. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അതിന്റെ സാധനം. ആ തലേന്റെ ഇങ്ങനെ കാട്ടിയിട്ട് ബാക്കി കത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കാട്ടുക. ഇങ്ങനെ മുറിച്ച് കളയല്ലേ. ഇപ്പൊ ഇപ്പൊ പള്ള മുറിച്ചാണ് തന്റെ അവിടെ. അതിനെ കരന്റെ അവിടെ മുറിച്ചുമ്പോ എളുപ്പണ്ടേ. ഇപ്പൊ കരിയും പാലും ഇതൊന്നും എടുക്കൂല. ഇത് കടിച്ചാൽ നല്ല രസക്കാരം പൊരിച്ചാലേ. ഇപ്പൊ എന്താ അതിന്റെ പൊരിച്ച ചാറക്കാണ്ട് പൊരിച്ചോ അപ്പൊ ചാറോ താളിപ്പ് തന്നെമ്മ കറിയാക്കണോ? അല്ല വണ്ടിയിൽ വീണുകാണ്ട് ഓന് എന്തോ ഭാരല്ലേ പൊന്തിച്ച വാഴ പൊന്തിച്ചാണ്. ഊര നെട്ടിട്ട് അങ്ങനെ ആകെ പിണങ്ങി കിടക്കണം അവന്റെ ഊരമാരത്തെ ഇതൊക്കെ. പണിയൊക്കെ എടുക്കുമ്പോ നോക്കി കണ്ടൊക്കെ പണിയെടുത്തോളി. ഓർക്കൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് ഉമ്മാനോടും മമ്മാനോടാണ് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങള് രണ്ടാളും ആ പെരമ്മക്ക് കയറിയില്ല, നെയ്മക്ക് പെരമ്മക്ക് കയറിയിട്ട് ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞറിയോ? വല്യമ്മ നിങ്ങളൊന്നും നെയ്മക്ക് കയറിയത് നെയ്മൊക്കെ വീണ് കഴിഞ്ഞാല് ഞങ്ങളെ വായിക്കല്ലേ നിങ്ങള്. അതേപോലെ തന്നെ നമ്മളെ പെരപ്പണി എടുത്ത മറ്റേ കാക്കാന്റെ കൈയും കാലുമുക്കൂടെ ഇപ്പൊ മറ്റേ ഇതായില്ലേ. നമ്മളെ വീട് പണി നിൽക്കണ ഒരു കാക്കാന്റെ കാലുമുക്കൂടെ മറ്റേ ഡ്രില്ലിംഗ് മെഷീന് ഇതായി. അതിനെ പറഞ്ഞ നമ്മളെ പെരപ്പണി എടുക്കണ കാക്കയാണ് മൂപ്പര്. മൂപ്പരെ കാലിന് ഡ്രില്ലിംഗ് മെഷീൻ ഇതായിട്ട് കാലാകെ പൊളിഞ്ഞാണ്. അതെ വിലങ്ങിന് മുറിഞ്ഞിക്കാണെങ്കിൽ അതിന്റെ കാലിന്റെ പത്തിയൊക്കെ കഴിഞ്ഞാണ്. എന്തല്ലേ എങ്ങനെ ഇപ്പൊ മുറിഞ്ഞത്? മൂർച്ചല്ല കത്തി, മൂർച്ചല്ല ആള് എല്ലാരും പണിയെടുക്കുമ്പോ നോക്കി കണ്ടും പണിയെടുക്കാം. അല്ലാന്നിട്ട് എന്തേലും വന്നു കഴിഞ്ഞാ പിന്നെ അത് മതി. എന്ത് പണിയാണെന്നില്ല, മീൻ നന്നാക്കാണെങ്കിൽ പോലും കത്തിയൊക്കെ ഇപ്പൊ നോക്കി കണ്ടതാക്കാം. അല്ലാതെ എന്തേലും ആയി കഴിഞ്ഞാ പിന്നെ അത് മതി. അതേപോലെ തന്നെ നമ്മളെ കമ്പനിക്കാരൻ ചെറുപ്പത്തിൽ നിന്ന് മരത്തുമ്പോ വീണതാ. അന്ന് വലിയ കാര്യമില്ല. ഓന്റെ ബാക്കില് തലന്റെ ബാക്കില് പെരടിന്റെ അവിടെ ആയിട്ട് ഒരു ദശ വളരുന്നുണ്ട്, എല്ലിന്റെ ഉള്ളില് മോയ. അത് വളർന്ന് നടന്നിപ്പോ നരമ്പിനൊക്കെ ഇതായാണ്ട് അതിന്റെ അടിയിൽ കിടന്നിട്ട് വളരാണ്. അത് വളർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അതാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അതിന് ഇനി കൊറേ ഇതായി മൈൻഡൊക്കെ അത് കൊറേ ഇനി കൊറേ കഴിഞ്ഞ് കഴിഞ്ഞ് ഇതാകാൻ പറ്റൂല. പിന്നെ ഓന് കനങ്ങാൻ പറ്റൂല. ഇതാണ് അത് ചെറുപ്പത്തിൽ വീണാണ്. ചെറുപ്പത്തിൽ ഇതേപോലെ വീണാണ്. വീണെന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാരും ഇപ്പൊ വീണിട്ടില്ലേ. അത് ചെറുപ്പകാലത്തല്ലേ, അതന്നെ പറഞ്ഞേ. ഇവന്റെ കഥ എങ്ങനെ അറിയോ? ഇവ മറ്റേ ഏതൊരു കിളിക്കുട്ടിനെ പിടിച്ചാൻ വേണ്ടിട്ട് ഒരു മറ്റേ പറങ്കിന്റെ മരത്തുമ്മ കയറിക്കണ്. എന്നിട്ട് അയിമന്ന് കൊയിഞ്ഞാടിയിട്ട് ആരും വരല്ലേ നീച്ചാൻ വയ്ക്കാൻ കിടക്കല്ലേ ഞാൻ. അന്ന് മൂവാണ്ടനല്ലമ്മ അല്ല മറ്റേതാണ് ആ മരാണ്. ഞാനൊക്കെ ഭയങ്കര മരം കയറ്റാണ്. സ്കൂളും മദ്രസും കുട്ടി വന്നിരിക്കുന്ന മരത്തമ്മ കയറും. എന്നിട്ട് മരത്തമ്മ തന്നെ ഇരുന്നുകാണ്ട് തിന്നുകാണ്ട് അണ്ടിങ്ങനെ എനിക്ക് അല്ല നിങ്ങൾക്ക് ഓർമ്മണ്ട, ഞാനും ഉമ്മയും പണിക്ക് വയ്ക്ക. നിങ്ങൾ രണ്ടാളും ഒറ്റക്ക് ഇവിടെ നമ്മളെ ഈ സ്റ്റോർ റൂമാണ് നമ്മളെ റൂം. ഒരു ചില്ലൊക്കെ ഉണ്ടേനി നമ്മൾ ഓടുമ്പേ. അന്ന് മദ്രസ പോയപ്പോ ഒരു പൂച്ചക്കുട്ടിനെ കിട്ടീനി. അതിനെ നമ്മള് കൊണ്ടുവന്നീനി ഇങ്ങോട്ട് വെള്ള. എന്നിട്ട് കൗത്തില് മണി കിട്ടി. എന്നിട്ട് മണ്ടി മരത്തമ്മ കയറി. എന്നിട്ട് നമ്മള് ഈ റൂമാണ് ഇതിട്ടോ സ്റ്റോർ റൂം. നമ്മളൊക്കെ ഈ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടില്ലേ ആ റൂം. എന്നിട്ട് അന്ന് നമുക്ക് ആടും കുട്ടികളും ഉണ്ട്. ആടോ? ആടുകളുണ്ടെന്നൊക്കെ. അന്ന് ആടാണ്. പശു അല്ലേ? അത് ആടും കുട്ടികളെ വാങ്ങാൻ കാരണം എന്താ അറിയോ? അനക്ക് 40 പണ്ടം കിട്ടിയപ്പോ ഇവിടുന്ന് മാലയും മാലയൊക്കെ ഉണ്ടേനി. അതൊക്കെയാണ് വിറ്റിട്ട് ഒരാടിനാണ്. ആ ആട് പെറ്റ് പിന്നെ 3-4 കുട്ടികളൊക്കെ അങ്ങനെ കൊണ്ടുനടക്കാൻ. അന്നൊന്നും നിങ്ങളെ അടുത്ത് പണിക്ക് പോയേക്കാൻ പറ്റല്ലോ.
ഈ ആടുംകുട്ടികളെ വിറ്റ് വളർത്തി അങ്ങനെ അങ്ങനെ വളർത്തി. അപ്പൊ എന്റെ തലയിലാണ് ഒരു കൊട്ട് പുല്ലും ഉണ്ട്, കാറ്റും മഴയും. അവിടെ ആ തോട്ടത്തിലും ആ മണ്ടമ ഞാനും ഉമ്മയും പണിയെടുക്കുക. അവിടുന്ന് പാഞ്ഞു വന്നു മങ്ങി എന്റെ കുട്ടികളുണ്ടാവോ എന്റെ പണിയൊന്നും മാണ്ടാൻ ഇട്ടെറിഞ്ഞ് മണ്ടി വന്ന് ഇവിടെ വജ്ജ് കുറച്ചുകൊണ്ട് എത്തിയപ്പോ പെരുമക്കൂടെ ഒരു മരം വീണാർക്കുണ്ട്. പറച്ചോനെ എന്റെ കുട്ടികള് പറഞ്ഞ മണ്ടി വന്ന് നോക്കുമ്പോണ്ട് ഈ താഴത്തെ ആ ചേട്ടൻ കൃഷ്ണേട്ടൻ എന്നറിയാം, അയാളില്ല, മരിച്ചു. അയാളുണ്ട് മുട്ടിയെ കുട്ടികളിന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചറിയണവർ. ഞാൻ നിന്ന് ഉള്ളാക്കിടുക അവിടെ നിന്ന് കരിയാ എന്നിട്ട് പെണ്ണുകാട് പറയാ ഞങ്ങളുമ്മ കണ്ടു മരം വീണപ്പോ ഞങ്ങള് കണ്ടു പോയി നോക്കി, ഞങ്ങള് പോയി താഴത്ത് പോയി പറഞ്ഞാണ്. അന്നേ കണ്ടു ഭയങ്കര ഉപ്പയെ നടക്കുള്ളൂ. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഇറങ്ങരുത് കേട്ടോ, ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചോളിട്ടോ പറഞ്ഞാണ്. പന്തും കളിസാനൊക്കെ തന്ന് ഇട്ടാണ് പണിത്തിരിക്കണേ. നിങ്ങളെ രണ്ടെണ്ണത്തിന് ഒറ്റക്ക് ഇവിടെ ഇട്ടുകാണ്ടേ. ഒരു ഈച്ച ഇവിടെ ഇല്ല, ഒരു അയലോക്കല്ല. പണി എടുക്കണോർത്ത് സമാധാനം ഉണ്ടോ? ഞങ്ങളെ പേരെ ഈ കുന്നിന്റെ മുകളിലല്ലേ, പേരൊന്നുമില്ലല്ലോ. എന്നൊരു പൂച്ചയും കൂടി ഇല്ലല്ലോ. അയലോക്കല്ല, അപ്പളും പൂച്ചകളൊന്നും ഒന്നുമില്ലല്ലോ. അല്ല ഓലുണ്ടെങ്കി ഓലോടേലും മുണ്ടി പറയുന്നു. ഇതൊക്കെ സ്നേഹമുള്ളതാടാ, നല്ല സ്നേഹം നിങ്ങൾക്ക് അറിയായിട്ടാണ് പാവങ്ങള്. എന്താ ഒരു ബ്ലാക്ക് ഷർട്ടോ ബ്ലാക്ക് പാന്റോ നമുക്ക് ഇടാൻ പറ്റൂല. ആകെ രോമാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എനിക്ക്. പൂച്ചന്റെ രോമം കളയാൻ വല്ല മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിലേ അത് ഇവിടെ എത്ര വെച്ചിട്ട് വാങ്ങും, എത്ര വെച്ചിട്ട് ഇതാക്കും. അതാണ്. അല്ലെങ്കിൽ പൂച്ചാക്ക് എന്തെങ്കിലും മരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രോമം കൊയ്യാക്കാൻ വേണ്ടി? അങ്ങനെ അങ്ങനൊന്നും കാര്യമില്ല. ഇപ്പൊ മുടി കൊയ്യാക്കാൻ വേണ്ടിട്ട് എത്ര ആൾക്കാർ ഇതാക്കണ്ട്, മുടി കൊയ്യല്ലേ. എന്ത് പൂച്ചാ രോമം കൊയ്യാളെ മരുന്നല്ല വേണ്ടി പൂച്ചാളെ ഒഴിവാക്കാനുള്ള ഒരു മരുന്ന് ബാക്കില് അടിയക്കടെ പൂച്ചാള് മുണ്ടാ പ്രാണികളായിട്ടും ജീവിച്ചു പോയിക്കോട്ടെ. അവർക്കൊരു പഠിച്ച പഠിപ്പുകളെ ഞമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പൂച്ചാളാണ് പൂച്ചാളാണ് കണ്ണടച്ച് പാല് കുടിച്ച ടീം. ആയിക്കോട്ടെ, സിറാത്ത് പാലൊക്കെ എളുപ്പം കിടക്കണ്ടേ. പൂച്ചനെ നടത്തിട്ടോ സ്കേറ്റും പേടുമ്പോ പോവാന്നാണ് തിന്നാട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ പാലത്തും കൂടെ കേട്ടോടാ. ഏത് പാലം ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാലേ ആകാശത്തിലുള്ളവര് നമ്മളോട് കരുണ കാണിക്കും. ആകാശത്താരാണ് കരുണ കൂടി പോയി. അവിടെ വമ്പം തഗ്ഗാട്ടോ. എന്തേലും പറയണ്ട ഇവിടെ എന്ന് പറയും. ലോങ്ങിലാണ് കേൾക്കൂല മമ്മ ഇവിടെ ഫീൽഡിൽ ഇറങ്ങി പറയാനാവുമ്പോ ഇങ്ങോട്ടാണ് വരി പറയും. മമ്മ അവിടെ പോയി ഇഞ്ചി എന്തൊക്കെ ചതക്കണേ. മീൻ കടിക്കണ നോക്ക് ഞാൻ പറയാം. ആ പൂച്ചക്ക് ഇപ്പൊ മുണ്ടാൻ വയ്ക്കോങ്കിണ്ടല്ലോ, വർത്താനം പറയാൻ വയ്ക്കോങ്കി അന്റെ ഒക്കെ വാപ്പാന്റെ വാപ്പാനെ വിളിച്ചു. ഉമ്മാനെ വാപ്പാനെ വിളിച്ചിട്ട് ഒരു തൊയിലും തരാതെ കിളുമ്പ് പറഞ്ഞിട്ട് പിടിച്ച് കൊയക്ക പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹല്ലേ. ഒരു ഉമ്മയായിട്ട് പറഞ്ഞാ ബന്ധുങ്ങാണ്ടുണ്ടല്ലോ നെറ്റിങ്ങനെ തന്നു ഉമ്മ അപ്പു വിളിക്കാണ് അല്ലെങ്കിൽ മാണ്ട ചെന്നു തന്നെ. അതൊന്നും കിട്ടേണ്ട ആരും വിശേഷമല്ല. എന്താ എന്റെ കുഞ്ഞുങ്ങളെ പറ്റി പറയാ പോണ്ടോ പോണ്ടോ? ഞാൻ എന്റെ അമ്മച്ചിനെ ഇട്ടൊന്നിട്ടും വരൂല പഞ്ഞല് കൊഞ്ഞ്. ഞാനും വരൂല പഞ്ഞല് ഇട്ടോ പോയിക്കോട്ടോ. ഓക്ക് പൈച്ചാലേ ഓൾക്ക് ഇന്ന തോണ്ടിങ്ങാണ്ട് ഒരു ചോദ്യം. ഓളെ തീറ്റ നിങ്ങളാരും തോണ്ടില്ലല്ലോ ഒന്നുകാണ്ട് ഓക്ക് അറിയുന്ന തോണ്ടിയാലേ കിട്ടുള്ളൂ. തോണ്ടി കഴിഞ്ഞു കൊഞ്ഞാന് ഈറ്റങ്ങളൊക്കെ എടുക്കാണെങ്കിൽ സോഫ്റ്റ് ആയി പതുക്കെ എടുക്കണം. നിങ്ങൾ വല്ല ഇരുമ്പ് കണ്ടത്ത് പിടിച്ചാ മതി, എടുത്താ പിന്നെ അതിറ്റൊക്കെ വെത്താവൂല. അപ്പൊ ഇറ്റ മാന്തും. അങ്ങനെ നമ്മളെ മീൻ ഇതാക്കി കഴിഞ്ഞു കേട്ടോ. എണ്ണ നോക്കിയാ മീൻ. ഇതേ ഈ സാധനം ഞാൻ അങ്ങനെ എടുത്തേക്ക, രാവിലെ പോയി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഇട്ടാണ്ടല്ലോ പൂച്ചകൾ തരൂല.
കോഴിക്കളൊക്കെ മീൻ തിന്നു നിങ്ങൾ ആലോചിച്ചു തിന്നും. ഇവിടെ എല്ലാരും തിന്നു. വെറൈറ്റി ജീവിതമാണ്. അതെ. കോഴി മീനോ നമ്മള് പീടിന്ന് വാങ്ങിക്കൊടുന്ന ചിക്കൻ കെഗിയൊക്കെ കൊത്തും വന്നിട്ട് നമ്മളെ ഞാൻ കണ്ടിക്കണ തിന്നു. അങ്ങനെ മീനൊക്കെ നന്നാക്കിയാണ്ട് ഇവിടെ ഇതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പത്തിന്. വേറെ എന്താ മീൻ്റെ തലന്റെ തട്ടോ എന്താ മീൻ മസാല മീൻ്റെ പൂച്ചക്കില്ലേ ഇത് എന്തൊക്കെ ചതച്ചാണ്ടൊക്കെ വെച്ച് 10 കഴിക്കണം. 10 10 വലിയ 10 കഴിക്കണം. സാധാരണ ഉമ്മ ഏർക്ക് ഉറങ്ങേണ്ടിയാണ്. ഇന്ന് എന്തുകൊണ്ട് ഉറങ്ങിയില്ല? മീൻ ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഉറങ്ങിയില്ല. ചിക്കന്ന കറി കറി മതി. ഒന്നാളത്തെ മൈക്ക് നല്ല രസമുള്ള കറി വേണം. എരിവും ചതച്ച് എല്ലാം കറിയിൽ വെക്കുക. രസം പൂളല്ലേ രാവിലെ ഇന്നലത്തെ മൈക്ക് ഉണ്ടാക്കൂലേ? നല്ല രസത്തിൽ ഉണ്ടാക്കൂലേ? നല്ല അടിപൊളിയിലും നാളുകൾ ഉണ്ടാക്കിയില്ലേ? അപ്പൊ പൊരിച്ചാണ് കറി പറ്റുമോ? എത്ര മീൻ എനിക്കൊരു പറ്റായല്ലേ ഗൈസ്, എനിക്ക് ഗ്യാസ് ആണ്, അസിഡിറ്റി അങ്ങനെ എന്തോ നെഞ്ഞിരിച്ചല് നെഞ്ഞിരിച്ചിലാണ്. അല്ല എന്തായി മരുന്ന് തുള്ളി കൊണ്ട് ഉണ്ടാക്കി തരട്ടെ? ഇന്നലെ ഉണ്ടാക്കി മരുന്ന് നല്ല അടി. അടി രസത്തിലെ നല്ല വേദന കുറവുണ്ട്. പെരിഞ്ജീരകം, വലിയ ജീരകം. അത് ആരും പറഞ്ഞാലും ഞാൻ ഫോണിൽ നോക്കി കണ്ണാണ് ഫോണിലൊക്കെ ഓരോന്നുണ്ടാക്കി തരുന്നത്. ഞാനത് അടിച്ചു. നെഞ്ചരിച്ചില്ല മരുന്ന് എന്താണ് നോക്കി വെളിച്ചെണ്ണൊക്കെ ഞാൻ ഒഴിച്ചുതരാം. മൂപ്പിച്ച് പാകത്തിന് മൂപ്പിച്ച് മുടിച്ചത് അറിയില്ല. നിങ്ങൾ ഒരു അയക്കൊന്നും വെളിച്ചെണ്ണ ഒഴിച്ചുതരാം. കുപ്പി എടുക്കട്ടെ. അത് പോരാ, വെളിച്ചെണ്ണ എടുക്കട്ടെ. അടിയാണ് കഴിച്ച അടി. അടുക്കളയില് അടി തിന്നണ കാര്യത്തിന് തുള്ളിയായിട്ടൊന്നും എനിക്കറിയില്ല. കരിയപ്പിന്റെ ഉമ്മക്ക് എന്താ പറയാ, കുറച്ചെടുക്കുള്ളൂ ഉമ്മ. ഇച്ചൊക്കെ പാടെ മുറിച്ച് തയ്ച്ചങ്ങനെ ഞാൻ പൊടിച്ചിട്ടില്ല. ഓണം പോലെ ആവശ്യത്തിന് ഇതൊക്കെ വേണ്ടേ? അപ്പൊ ആരാ ഉണ്ടാക്കല്? ഉണ്ടാക്കിക്കോ, ഞാന് നോക്കിയിട്ടുള്ളൂ. തെറ്റിപ്പോയി കൈസ്. തെറ്റിപ്പോയിട്ടൊന്നുമില്ല. തൽക്കാലത്തിന് ടെമ്പററി ആയിട്ട് പെർമനന്റ് ആയിട്ട് ആരായി 1.5 കാലത്ത് ഇനി ഞാൻ കാണണ്ടേ? വെറൈറ്റി മീൻ കറി ഉണ്ടാക്കാൻ പോണത് എന്താണത്? ഡെയിലി തിന്നണ തന്നെയല്ലേ? 2 ദിവസം മുമ്പ് ഒരു മീൻ കറി ഉണ്ടാക്കില്ല. അതാണ് ഉണ്ടാക്കിയത്. അത് നല്ല രസം. പുളിവെള്ളാക്കിയില്ലല്ലോ. പുളി കയ്യിലിടാ, ഇട്ടാ മതി മുട്ടിയെ. അല്ല പുളി വളർത്തിട്ട് കഴിക്കാം. ഉമ്മ വണ്ടി എടുക്കാൻ ഇവിടെ എന്താണ് ഉമ്മ എടുക്ക അതിനോട് തട്ടി പുറത്തേക്ക് മാറിക്കവിടുന്ന് ഒരു തേങ്ങ മാറിക്ക് ഫീൽഡിന്ന് മാറിക്ക്. ഇമ്മാക്കുണ്ടല്ലോ ഈ മീൻ കറി ഉണ്ടാക്കാൻ. ഉമ്മാക്ക് ഈ സമൂസ തക്കാളി വെന്ത് ഉടഞ്ഞിട്ടല്ലേ മടുപ്പടയും. കണ്ടോ കൊളാക്കി തിന്നാൻ പറ്റൂത്. ഞാനത് നല്ലോണം ചാറ്റ് ഉടഞ്ഞിട്ടേ ഞാനത് വെള്ളം ഒഴിച്ചു. അമ്മമ്മ എന്താണ് ഇവിടെ നിന്നാണ് നീ അല്ലെങ്കിൽ ഫുള്ള് തേക്കാറപ്പി ഒന്നും ഉണ്ടാവില്ല. ഗ്യാസ് തിന്നാനൊന്നും കിട്ടൂല. ഓരോരുത്തർ ഉണ്ടാക്കണ ഓരോ ശൈലിയാണ്. ഉമ്മ ഉണ്ടാക്കണത് കൊടംപുളി അങ്ങനെ വെച്ചിട്ട് കൊടംപുളി അല്ല പുളിവെള്ളം ആക്കിയിട്ട് തക്കാളി ഇങ്ങനെ ആക്കിയിട്ട്. ഇമ്മമ്മ ഉണ്ടാക്കണത് പുളി ഉമ്മമ്മ ഉണ്ടാക്കണത് തക്കാളി നല്ലോണം വാടിയിട്ട്. അതാണ് ഉമ്മമാരുടെ ടേസ്റ്റിന്റെ വീക്ക്നെസ്. അതറിയോ? റെസിപ്പി മീൻകറിന്റെ റെസിപ്പി അങ്ങനെയായി. അപ്പൊ തക്കാളി ഏത് കൂട്ടാൻ വെക്കുകയാണെന്ന് തക്കാളി വെന്തിട്ട് ഉടയണം. നല്ലോണം ഉടച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചത് കഴിക്കാണ്ടീനല്ലമ്മ. അത് കാട്ടാതിരിക്ക് ചുറ്റി പാരണം. ഞാൻ പോയി വെക്കണം. അങ്ങനെ തന്നെ കാട്ടില് മസാലയൊക്കെ എന്താണെന്ന് അറിയില്ല. എന്തായാലും നോക്കി വെക്കാം. കഴിഞ്ഞ ബാക്കി കൊടുക്കുന്നു തിന്നാഞ്ഞി കഴിഞ്ഞിട്ട് കാണാം. മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞേ എവിടെ? അവിടെ അല്ല ഇവിടെ. സ്പൂൺ എടുക്കട്ടെ. എന്താട്ടോ ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്തിട്ട് എന്താ അവസ്ഥ? ശരി എനിക്കൊക്കെയാണ്. എന്താണ് പല്ല് 32 പല്ല് മുമ്പ് കടി എനിക്ക് മറ്റേ കുടംപുളിങ്ങാട്ടിലും ടേസ്റ്റ് ഇതാട്ടോ സാധാ പുളി.
പൂച്ചകളൊക്കെ വെയിറ്റിംഗ് കേട്ടോ അല്ലേ? നേരത്തെ കൊറേ എണ്ണം വന്നില്ലല്ലേ ഇവിടെ ആയിട്ടാള്. ഇത് പുതിയ ചെക്ക് വാങ്ങി ഗൈസ്. അതാക്കണം ഒരാൾ ഇവിടെ കാത്തുക്കണ ഗൈസ്. ഇതിന് പള്ളിയിലുണ്ട് കേട്ടോ. അപ്പൂ പാവാടാ കുഞ്ഞുങ്ങളെ. എടാ വേറൊന്ന് കേറി ഒന്ന് കണ്ടീനേച്ചി. ഞാൻ കാട്ടി തരാം. അതെവിടെ മൈനൊന്ന് വിളിച്ചാ വെള്ളനെ. അതാ കേറി വരുന്നുണ്ട്. നോക്കിക്കോ വാ നിക്ക് തലക്ക് കറ്റിയൊക്കെ നോക്കിക്കോ. വെള്ളപ്പൂച്ചയാണേ. വെള്ളപ്പൂച്ചന്റെ കോലങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ എന്തെന്റെ മേത്ത് കൂടെ എന്താ കാട്ടിക്കണേ ജി? മോഡിഫൈ ചെയ്തിക്കേ. തിന്നാൻ കൊടുക്കാത്തിക്കൊണ്ട് ചീത്ത അറിയണോ ഇവിടെ താഴെന്ന്. കൊടുക്കുന്ന് നമ്മള് ചോറ് വിളമ്പോ കേട്ടോ. ഇവിടെ ചോറ് വിളമ്പി കറി ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട്. സെറ്റല്ലേ? മീൻ എന്താ സെറ്റല്ലേ? മൊയിച്ചില്ലേ? വെച്ചെന്നാ ചൂടാ അപ്പം ഉണ്ടാക്കിയിട്ടുള്ളല്ലേ? ടൈം ഇത് 11 മണി ആവണല്ലേ? 10:45 കേട്ടോ. നമുക്ക് ചോദിച്ചോ സെന്റർ കൂടെ എങ്ങനെ വെച്ചാണ് ഉമ്മമ്മയുടെ ഉമ്മമ്മ ചോറ് വളമ്പാൻ നേരത്തെ ഒരു മിന്നലാക്കി തരാം. ചോറുമ്പോ വളമ്പാൻ നേരത്തല്ല ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉമ്മമാനെ കാണില്ല. മമ്മ വരി ഇതാട്ടോ. നോക്ക് ചളിയിൽ കുടിച്ചു വന്നിട്ട് മേ എന്തിന്റെ കോലം. വെള്ള പൂച്ചയാണ് ഇതേ. വെള്ള ഏതോ കോറിയിൽ ലോഡും പണിയും കഴിഞ്ഞാണ്ട് വരികയാണ്. കൂലി ഉണ്ടാവില്ലേ? കൂലി എങ്കളായിരുന്നു ലോഡും പണിക്ക് പോയിട്ടേ. എന്താണോട് ഞാൻ പറയാ? എന്താ എനിക്ക് പറയാല്ലേ? എന്താ എന്റെ മേത്തൂടെ മേക്കപ്പ് ഇട്ടിക്ക് മോഡിഫൈ ചെയ്തേക്ക ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കാണ്. മമ്മ വരി വേം വരി. ആണോ? സെറ്റല്ലേ? മതി നീ വെച്ചോണ്ടിരുന്നാളി. അത് രാത്രി ഇതാക്കണ കളിയാ. രാത്രി വെച്ചോണ്ടാക്കണ ഗൈസ്. അപ്പൊ മമ്മ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ എന്നാ പറഞ്ഞോളി. ഹലോ മക്കളെ, അസ്സലാമലൈക്കും. നിങ്ങളെ മക്കളെ വിളിയാണോ കേക്കട്ടെ? ഹലോ മക്കളെ, അസ്സലാമലൈക്കും. അപ്പൊ നാളെ ചോറ് കഴിച്ചാൽ മറപ്പെടുകയാണ്. രാത്രി നട്ടപ്പാതിരക്ക് മീൻ കറി ഉണ്ടാക്കിയിട്ടില്ലേ? അതൊന്ന് കറി കുറച്ചൊന്ന് കഴിച്ചാണി മമ്മ. നട്ടപ്പാതിരക്ക് മീൻ കറിയും വെച്ചാണ് ഇഞ്ചിക്കോ ഉമ്മാണ്ടിക്ക് ഒന്ന് തിന്നിട്ട് പറയും. കറി ഒന്ന് വെച്ചിട്ട് ഉമ്മ തിന്നിട്ട് ഒന്ന് പറയുമല്ലോട്. മതി ഇനി ജസ്റ്റ് ഒന്ന് തിന്നി. മക്കളെ വിളി അടിപൊളിയാ? സെറ്റാണോ? ഓക്കെ ഉമ്മ സെറ്റല്ലേ? ഓക്കെ അതാണ് മക്കളെ വിളി എല്ലാവർക്കും കേൾക്കണ്ടേന്ന്. ഓക്കെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതായത് എല്ലാവർക്കും ബൈ ഗൈസ്. കൈ ടാറ്റ അടിക്കൊടുക്കി. നട്ടപ്പാതിര ടൈം 10:30. ഓക്കെ പോലമ്മ. ഓക്കെ